ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഗംഭീര റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സ്വന്തം ബ്ലൗസിൻ്റെ വള്ളി വിറ്റ് പ്രൊമോഷൻ നടത്തുന്ന റിപ്പോർട്ടർ സേതുലക്ഷ്മി മാഡം. നമിച്ചിരിക്കുന്നു നിങ്ങളെ, ഞാൻ നമിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്? ഒരു സ്ത്രീയുടെ ബ്ലൗസിൻ്റെ വള്ളി. എങ്ങോട്ടാ ഇതൊക്കെ പോണത്? പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ഉണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിൽ നിങ്ങൾ എന്താണെങ്കിലും ക്ലിക്ക് ചെയ്യണം, മടിക്കരുത്. കാരണം നമ്മുടെ ചാനൽ ഒന്ന് താഴത്തേക്ക് പോയിരിക്കുകയാണ്. വീണ്ടും ഒന്ന് കയറ്റിക്കൊണ്ട് വരണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് കുറേ ആളുകൾക്ക് പിടികിട്ടി കാണില്ല അല്ലേ? തുടക്കത്തിൽ പറഞ്ഞേ, അതായത് സ്വന്തം ബ്ലൗസിൻ്റെ വള്ളി വിറ്റ് പ്രൊമോഷൻ നടത്തുന്ന സേതുലക്ഷ്മി. ഞാൻ അങ്ങനെ തന്നെ പറയും. ഞാനത് പറയാൻ ഒരു കാരണമുണ്ട്. ഏതൊക്കെയോ കമൻറ്റ് ബോക്സുകളിൽ മാത്രം ആരൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ ബ്ലൗസിൻ്റെ വള്ളിയുടെ കഥ, അത് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞ് നാട്ടുകാരെ, കേൾക്കാത്ത കാണാത്ത ആൾക്കാരെയും കൂടെയും അത് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് സേതുലക്ഷ്മി ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. കാരണം ആരും ഇവരുടെ ബ്ലൗസിൻ്റെ വള്ളിയെപ്പറ്റി നേരത്തെ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് ആളുകൾ ഇതെടുത്ത് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഇതിനെ വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ കൂടുതൽ തുടങ്ങിയത്. നിങ്ങൾ ഈ വിഷയം കൂടുതലും ആളുകൾ അറിഞ്ഞതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയത്. വേറൊന്നുമല്ല, സേതുലക്ഷ്മി ന്യൂസ് മലയാളം എന്ന് പറയുന്ന ന്യൂസ് ചാനലിലെ റിപ്പോർട്ടർ, ഹലോ മലയാളിയോ അങ്ങനെ എന്തോ ഒരു പരിപാടി, ഹലോ എന്ന് പറയുന്നത് ഹലോ മലയാളി അങ്ങനെ തോന്നുന്നു, ഇവരൊരു പരിപാടി രാവിലെ നടത്തുന്നുണ്ട് ആ ചാനലിൽ. അതിൽ കർക്കിടക ദിവസം ഇവർ ഇട്ടുകൊണ്ട് വന്ന ഒരു സാരി, അതിൻ്റെ ബ്ലൗസ്, മറ്റേ ഈ നൂല് പോലത്തെ അങ്ങനെ സ്ട്രാപ്പ് എന്തോ ഉള്ള ഒരു ബ്ലൗസ്, അത് ചർച്ചയാകുന്നു. എങ്ങനെ ചർച്ചയാകുന്നു? ഈ ഒരു സാധനം കണ്ട ദിവസം ആളുകൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് എന്തൊക്കെയോ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്. ഇവരൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഈ കാര്യം അങ്ങോട്ട് വിളമ്പി. അതിനുശേഷം പിന്നെ കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. എനിക്കങ്ങനെയാണ് മനസ്സിലാവുന്നത്. എന്തിന് കണ്ട ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ഇതിനെപ്പറ്റിയൊക്കെ പറയണം? സ്വന്തം ബ്ലൗസിൻ്റെ വള്ളിയെപ്പറ്റി നാട്ടുകാർ പറയുന്നു. വൈ? എന്തിനത് മൈൻഡ് ചെയ്യണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ബ്ലൗസിൻ്റെ വള്ളി അല്ലെങ്കിൽ കൈ കണ്ടാൽ ആണുങ്ങൾക്ക് ഇവിടെ കോരിത്തരിക്കുമോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. പിന്നെ കൂടുതലായിട്ട് നമ്മൾ അതിനകത്തേക്ക് ആഴ്ന്നിറങ്ങി സംസാരിക്കുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് വേറെ കാര്യം. അതിനു മുമ്പ് സേതുലക്ഷ്മി മാഡം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എൻ്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവരെല്ലാരും കമന്റ്സ് വരുന്നതെല്ലാം ബ്ലൗസ് മാത്രമാണ് അവരുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല. അതെ. അപ്പം അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം. അത് തെറ്റാണ്, അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാതെ വസ്ത്രം അത് എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം ഇരുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വള്ളി കണ്ടാൽ പ്രശ്നം, അല്ലെങ്കിൽ ഒരു കൈ കണ്ടാലൊക്കെ എങ്ങനെയാണ് കേരളത്തിൽ അതൊരു പ്രശ്നമായിട്ട് വരാന്ന് അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടേ ഇല്ല. ആദ്യത്തെ കാര്യം, ഒരു കൈ കണ്ടാലൊന്നും നമുക്കാർക്കും വലിയ പ്രശ്നമൊന്നുമില്ല സേതുലക്ഷ്മി മാഡം. ഓക്കെ, പക്ഷേ കർക്കിടക മാസം തുടക്കം, അന്ന് ഒരു പരിപാടിയായിട്ട് നിങ്ങൾ വരുമ്പോൾ സാരിയൊക്കെ ഉടുത്ത് കേരളത്തനിമ കാണിക്കാനായിട്ട് സാരിയൊക്കെ ഉടുത്ത് വരുമ്പോൾ നിങ്ങൾ അതിനാണല്ലോ, അത് കാണിക്കാൻ വേണ്ടിയാണല്ലോ സാരി ഉടുത്തത്. സാരി കേരളത്തനിമ കാണിച്ചുകൊണ്ട് പണ്ട് തൊട്ടേ ആളുകളോട് ഉപയോഗിക്കുന്നൊരു വസ്ത്രമാണ്. അതിൻ്റെ കൂടെ ബ്ലൗസ്. ഓക്കെ, ബ്ലൗസ് അത് ഇപ്പോൾ ഒരു മോഡേൺ കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇറക്കം കുറഞ്ഞ് ഇപ്പം നൂല് പോലെയായി. ഓക്കെ, അത് മോഡേൺ വസ്ത്രധാരണം, സാരി ഉടുപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ഉടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളപ്പിറവി ദിവസം ഈ നൂല് ഇട്ടുകൊണ്ട് വന്നുകൊണ്ടാണ് നാട്ടുകാർ തെറി പറഞ്ഞത്. അതിനകത്ത് നമുക്ക് ഒന്നും പറയാനില്ല. പിടികിട്ടിയോ? കേരളപ്പിറവി ദിവസം ഞാൻ തന്നെ ചോദിക്കാം, സേതുലക്ഷ്മി മാഡം, കേരളപ്പിറവി ദിവസം മുണ്ട്, ഞാൻ വരികയാണ് നിങ്ങളുടെ ചാനൽ ഈ ഹലോ മലയാളി ആ പരിപാടിക്ക് ഞാൻ വരികയാണ് റിപ്പോർട്ടറായിട്ട്, മുണ്ടെടുത്തിട്ടുണ്ട്.
ഞാൻ അകത്തിടുന്ന ബനിയൻ മാത്രമേ ഉള്ളൂ, വേറെ ഷർട്ടില്ല. അങ്ങനെ വന്നാൽ വിമർശനം നേരിടേണ്ടി വരില്ലേ? വരില്ലേ? അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങൾക്ക് നാട്ടുകാർ തന്ന വിമർശനത്തിന്, കമൻറ്റ് ബോക്സിലൂടെ തന്ന വിമർശനത്തിനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ഓരോ സാഹചര്യം, സന്ദർഭം ഇതൊക്കെ ഉണ്ട്. ഇത് നോക്കിയിട്ട് വേണം വസ്ത്രം ധരിക്കാൻ. പിടികിട്ടിയോ? അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളത് അതിക്രമിച്ച് കടന്നുപോയി. നിങ്ങളൊരു കാരണം നിങ്ങൾ വളരെ നീറ്റായിട്ട്, വളരെ നീറ്റെന്ന് പറയുന്നില്ല, ഏതാണ് ഇവിടെ നീറ്റായിട്ടുള്ള ഡ്രസ്സ്, അങ്ങനൊന്നുമില്ല. നമ്മൾ ഇടുന്ന പോലെ ഇരിക്കും. ഓരോ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു വൾഗാരിറ്റി കാണിക്കുന്ന അതൊക്കെ നമ്മുടെ മെൻറ്റാലിറ്റിയാണ്, പേഴ്സണൽ. ഓക്കെ, സാരി ഉടുത്ത് വൃത്തികേടുകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് അത് വിട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സാഹചര്യം, സന്ദർഭം. അത് നോക്കിയിട്ട് അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഈ വള്ളി പോലത്തെ സാധനമൊക്കെ ഇട്ടിറങ്ങി ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് വന്നിരുന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ നിങ്ങളുടെ മെൻറ്റാലിറ്റി, അതിനെയാണ് ഞാൻ കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. ആളുകൾ കമൻറ്റ് ബോക്സിൽ മാത്രം വന്ന് നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങളായിട്ടൊരു ഇൻ്റർവ്യൂവിൽ വന്ന് അങ്ങോട്ട് കൊട്ടിഘോഷിക്കുകയാണ്. എന്തിന്? നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടോ, നിങ്ങളുടെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടോ? അതിന് വേണ്ടിയിട്ട് മാത്രമല്ല ഈ പരിപാടി ചെയ്തത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ലല്ലോ. നാട്ടുകാരെ ഉദ്ധരിച്ച് അവരുടെ മെൻറ്റാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അതും പറഞ്ഞു വരരുത്. നിങ്ങളെല്ലാവരും അങ്ങനെ ഒന്ന് ചിന്തിക്കും, അവരുടെ ബുദ്ധി. പക്ഷെ ആ ബുദ്ധി കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും ചേച്ചി. അത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് പറയുന്നത്. ബാക്കി കേൾക്കാം. ഇന്ന് 2026 ജൂലൈ മാസം 17, മലയാള മാസം കർക്കിടകം 1 ഇന്ന്. മലയാളികൾക്ക് കർക്കിടകം എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും മഴയുടെയും രാമായണ മാസത്തിൻ്റെയും അതേപോലെ വീടുകളിൽ ഔഷധക്കഞ്ഞിയുടെയും കുടുംബസ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കുളിർകാലം കൂടിയാണ്. പണ്ട് ഈ കാർഷിക സമൂഹത്തിൽ ഏറ്റവും കഷ്ടകാലമായിരുന്നു എന്നതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിനെ ഇപ്പോഴും, പണ്ട് മാത്രമല്ല ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നവരുണ്ട്. പക്ഷെ ആ കഷ്ടകാലത്തെ പോലും പ്രാർത്ഥനയിലൂടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും ആത്മവിചിന്തനത്തിലൂടെയും ഒക്കെ അതിജീവിക്കാനാണ് നമ്മുടെ പൂർവികരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കർക്കിടകം ജീവിതത്തിൽ പ്രതിസന്ധികളെ ക്ഷമയോടെയും പ്രത്യാശയോടെയും നേരിടാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇരുളടഞ്ഞ നാളുകൾക്കു ശേഷം വെളിച്ചത്തിൻ്റെ ഒരു നല്ല നാളെ പ്രകൃതി നമുക്ക് വേണ്ടി നൽകും എന്നൊരു വലിയ ജീവിത സന്ദേശം കൂടിയാണ് ഓരോ കർക്കിടകവും നമുക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ആരോഗ്യവും നിറഞ്ഞ നല്ലൊരു കർക്കിടക മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. സംഗതി കണ്ടല്ലോ, ഇതാണ് ആ ഡ്രസ്സ്. ഈ പഴമക്കാരൊക്കെ പറയുന്നതൊക്കെ കേൾക്കണമല്ലേ? അല്ല, ഈ പഴമക്കാരൊക്കെ പഠിപ്പിച്ചു വന്നത് കർക്കിടക മാസം 1-ാം തീയതി ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുമ്പം വള്ളി ഇട്ടുകൊണ്ട് വന്ന് പറയാനാണോ? അല്ലല്ലോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വള്ളി ഇട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അപ്പോഴും ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു വാർത്താ ചാനലല്ലേ? അല്ലേ? ഒരു പുരുഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുണ്ടു കൊടുത്ത് ഒരു എന്താണ് ഹാഫ് കൈ ടീഷർട്ടും ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നിക്കറും ഒരു തൊപ്പിയും ഒരു ഇന്ന ടീഷർട്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അല്ല, നമ്മളെ സംബന്ധിച്ച് അത് നമ്മുടെ കംഫേർട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ വരാൻ പറ്റുമോ അവിടെ? ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. ഓരോ സ്ഥലത്തിന് അതിൻ്റെ ആയിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, ഡിവൈനിറ്റി ഉണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ, അമ്പലത്തിൽ നമ്മൾ കാണാറുണ്ട് ഈ അത്യാവശ്യം ഇങ്ങനെ, പക്ഷെ ഇത്രയും നൂലായിട്ടല്ല, എന്നാലും അത്യാവശ്യം അങ്ങനെ വരുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ വിട്ട് കളയുന്നത് അമ്പലമാണ്, സാരി ഉടുക്കണം, അത്രേ ഉള്ളൂ. സാരി ഉടുത്ത് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പരിപാടിയോട് ഞാനും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് യോജിക്കുന്നില്ല. പക്ഷെ ഒരു പാർട്ടിക്കോ ഒരു ഫംഗ്ഷനോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇടണം, ഇട്ടോളൂ, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അമ്പലങ്ങൾ ഇതുപോലുള്ള പരിപാടി ഒരുപാട് ആളുകൾ കാണുന്ന, നിങ്ങളെ അറിയാത്ത ആളുകൾ കാണുന്ന ആ സ്ഥലത്തിന് ഒരു അമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിവൈനിറ്റി പല ആളുകൾ കൊടുക്കുന്നുണ്ട്. അവിടെ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് പല ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. ഇതൊക്കെ പോകുന്ന സ്ഥലങ്ങളിൽ പോയി മറ്റേ പുതിയ തലമുറയുടെ കുത്തി സോക്കേട്, അതിനോട് എനിക്ക് താല്പര്യമില്ല. ഐ എം റിയലി സോറി, അതിനോട് മാത്രം എനിക്ക് യോജിപ്പില്ല. എന്ന് വെച്ചിട്ട് ഒരാളുടെ തുണി കണ്ടാൽ ഉടനെ ഒന്നുമില്ല, കണ്ടു കഴിഞ്ഞാൽ ഉടനെ മറ്റേ ബാക്കി. ഡ്രസ്സിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടത്, ഞാനത് പോസ്റ്റ് കാണിച്ചത്, എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന് കൊടുത്ത ഇൻസ്റ്റഗ്രാമിൽ കൊടുത്ത ഒരു ക്യാപ്ഷനാണ്. അത് ഞാൻ കാണിക്കണ്ടേ? ഇതിന് കൊടുത്ത ക്യാപ്ഷൻ, കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ.
സോ അത് അതിന്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ പ്രോബ്ലം ഈ ഒരു ഡ്രസ് അല്ല എന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുക്കാനുള്ള ഒരു റീസൺ? അല്ല, അത് ഇത്രയധികം വാർത്തയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ചർച്ചയാവുന്ന ചിന്തിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാ അതെന്താ അങ്ങനെ വിവാദമായെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല കേട്ടോ. ഞാൻ അതിന്റെ കമന്റ്സ് ഒക്കെ കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഞാൻ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ കണ്ടു, പിന്നെ കുറെ കണ്ടു, പിന്നെ റോസ്റ്റിംഗ് കണ്ടു. ഇതൊക്കെ കാണുമ്പോഴേ പിന്നെ നമ്മൾ ചുമ്മാ ഇരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കുമല്ലോ. അപ്പൊ അങ്ങനെ കമന്റ്സ് എല്ലാം വായിച്ച് കുറെ കഴിഞ്ഞപ്പോ വെച്ചെങ്കിൽ പിന്നെ അങ്ങ് പോസ്റ്റ് ചെയ്യാം, എന്തായാലും എല്ലാവരും കണ്ടല്ലോ. അങ്ങനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇതിന്റെ റോസ്റ്റിങ്ങും റിയാക്ഷൻ വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല, സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അത് എന്റെ തെറ്റാണ്, ഞാൻ കണ്ടിട്ടില്ല. ഇത് കാണാത്തവരിലേക്ക് കുറച്ചും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ വന്നിരുന്ന് ഈ കഥയെല്ലാം പറയുന്നത്? അതൊരു ചോദ്യമല്ലേ? അല്ലേ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാണാത്തവരും കൂടെ ഇപ്പൊ നമ്മളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനാ ഒരു സൈഡിലൂടെ അങ്ങ് ഒതുങ്ങി പോകത്തില്ലായിരുന്നോ? ഇതങ്ങ് ഒതുങ്ങി പോയേനെ. അപ്പം നിങ്ങൾക്കത് ഒതുങ്ങി പോകണ്ട അല്ലേ? നിങ്ങൾക്കത് ഒതുങ്ങി പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇതെന്തോ വലിയ അങ്ങോട്ട് ചർച്ചയാക്കി മാറ്റി നിങ്ങൾക്കും നിങ്ങളുടെ ചാനൽ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ചാനലിൽ ഒരു ഹൈപ്പ് കിട്ടാൻ, അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അല്ലാതെ വേറെ മറ്റേ നവോത്ഥാനമൊന്നും അല്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത്. കാരണം നിങ്ങൾക്കറിയാം, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, വിവരമുണ്ട്. ഇവിടെ ആരുടെയും മെൻറ്റാലിറ്റി ഒന്നും മാറ്റാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് നല്ല ബോധമുള്ള സ്ത്രീയാണ് അല്ലേ? അപ്പോൾ പിന്നെ അതും പറഞ്ഞു വരരുത്. രാമായണത്തിന്റെ ട്രെയിലറൊക്കെ വരുമ്പോഴത്തേനും സായി പല്ലവിക്ക് നേരെ എന്തൊരു ട്രോളാണ്. അത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് അത് അല്ലേ, ഒരു സീതയായിട്ട് അവര് വരുന്നതിനെതിരെ അല്ലെ ഭയങ്കര പ്രശ്നമല്ലേ. അപ്പൊ ഇതൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കൊള്ളാം, സമൂഹം അല്ലേ, രണ്ടു തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ, അത് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. പിന്നെ ചില കമന്റ് കാണുമ്പോൾ അതിൽ കൂടുതലും ഈ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നത് അതിപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത്. പിന്നെ അതിന് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇടയിലും കുറച്ചധികം ആളുകളെങ്കിലും അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആ തരത്തിൽ കുറച്ചായിട്ടെങ്കിലും നമ്മുടെ സമൂഹം മാറി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അതിൽ പിന്നെന്ന് വെച്ചാൽ ദൂരദർശനിൽ ഇരുന്ന് വാർത്ത കാണുമ്പോഴത്തേക്കും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൂരദർശൻ ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ട് അല്ലേ? എത്ര ആളുകൾ ഇപ്പോഴും ഇപ്പം എന്തൊരു 11 ന്യൂസ് ചാനലോ മറ്റോ ഇവിടെ ഉണ്ട്, സ്വകാര്യ ന്യൂസ് ചാനലുകൾ. ഏഷ്യാനെറ്റിൽ തുടങ്ങി ബിഗ് ന്യൂസിൽ നിൽക്കുന്ന 11 ന്യൂസ് ചാനലുകൾ ഇവിടെ ഉണ്ട്. ഇത്രയും ചാനലുകൾ വരണ്ടല്ലോ. ദൂരദർശനിൽ ഇരുന്ന് ആ ഒരു ഡെക്കോറം കീപ്പ് ചെയ്ത് പോകുന്ന വാർത്ത വായനയാണ് ഇഷ്ടമെങ്കിൽ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പം വിവാദമായിരിക്കും, പക്ഷെ എങ്കിലും ഇതൊക്കെ എന്റെ തലയിൽ കൂടെ പോയ സംശയങ്ങളാ. ഞാനൊരു കാര്യം പറയട്ടെ, സ്ത്രീകളെ വിമർശിക്കുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്? അല്ല, നമ്മൾ വിമർശിക്കുമ്പോഴത്തേക്ക് സ്ത്രീ വിരുദ്ധത നിങ്ങളൊക്കെ തന്നെ ഇറങ്ങത്തില്ല പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ തന്നെ ഇറങ്ങും. ഇവിടെ റിയാക്ഷൻ ചെയ്യുന്നവർ സ്ത്രീ വിരുദ്ധത അടിച്ചു വിടുകയാണ്. നമ്മളൊന്നും പറയുന്നില്ലെന്നേ, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന് പറയാം. നമ്മൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ ചീഞ്ഞ സാധനങ്ങൾ ശ്രദ്ധിക്കാവുന്നത്. ചീഞ്ഞ സാധനങ്ങൾ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ല. ഉള്ള കാര്യം പറയാം, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇവരുടെ ഈ പള്ളിക്കേസ്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവരുടെ തന്നെ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ അയച്ചു തരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സേതുലക്ഷ്മി മാഡം ഡെക്കോർ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ പറഞ്ഞല്ലോ, അത് കീപ്പ് ചെയ്യണം. പല സ്ഥലങ്ങളിൽ കീപ്പ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അത് കീപ്പ് ചെയ്യണം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. അത് വസ്ത്രധാരണത്തിലൂടെ ആണെങ്കിൽ അങ്ങനെ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ബിഗ് അല്ലേ? കുറെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടു, വേണമെങ്കിൽ തമ്മിൽ കൊടുത്തേക്കാം, അയച്ചു തരുന്നതാണ് പല ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, പ്രത്യേകിച്ച് ഒരു TV, ഒരു ന്യൂസ് ചാനലിൽ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. പുരോഗത പരിപാടികളൊക്കെ വേണം എന്ന് വെച്ചിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, പഴമക്കാർ പറയുന്നതൊക്കെ കേട്ട് മറ്റേ കേരളത്തിനെ ഉദ്ധരിക്കുന്ന കുറെ വാക്കുകളൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇതും കൂടെ നോക്കിക്കൂടെ? ക്ലീൻ ബൗൾഡ്, അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കി പ്രേക്ഷകർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കൗതുകകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നാണ് പീരിയോഡിക് ടേബിൾ ദിവസം. കുടുംബ സംഗമത്തെ ചൊല്ലിയുള്ള തർക്കം വീണ്ടും കടുക്കുന്നുണ്ട്. വേണ്ട പരിഗണന കിട്ടിയില്ലെന്ന് വാലന്റൈൻസ് ഡേ. അപ്പോ സേതുലക്ഷ്മി ചേച്ചി പല ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടല്ലോ. ഈ ഒരു സാധനം ഇട്ടപ്പോൾ മാത്രമാണോ കൂടുതൽ ആളുകൾ തിരിച്ചറിയാനും അല്ലെങ്കിൽ വിമർശനങ്ങൾ നേരിടാനും തുടങ്ങിയത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ആ വിമർശനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തൊരു പരിപാടിയാണോ ഇതൊക്കെ? ഈ വള്ളി ബ്ലൗസും
പിന്നെ അതിനെപ്പറ്റി വന്നിരുന്ന് വിശദീകരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഒക്കെ. അല്ല, അങ്ങനെ നമുക്ക് സംശയിക്കാമല്ലോ. ഇന്നത്തെ കാലം അതാണല്ലോ. റീച്ചിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് നിങ്ങളൊക്കെ തന്നെയല്ലേ വിളിച്ചു പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കാണിച്ചൂടെ റീച്ചിന് വേണ്ടി എന്തും? നിങ്ങൾക്കും കാണിച്ചൂടെ? കാണിക്കാം, എല്ലാവർക്കും കാണിക്കാം. ബ്ലൗസിന്റെ കാര്യം തന്നെ അതൊരു വിവാദമായി. അത് നമ്മളൊന്നും ചെയ്തിട്ടല്ലല്ലോ, അതെങ്ങനെയോ വന്നു. ഉറക്കം കരുതിയിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ വിചാരിക്കാത്ത കാര്യമൊക്കെ വാർത്തയാകുമ്പോ ആളുകൾ അത് ഏറ്റുപിടിക്കുമ്പോ? എനിക്കങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ചെയ്ത ഒന്നും ഇതുവരെ ഒരു വിവാദത്തിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ ചോദിച്ചത് മറ്റേ നമ്മൾ വിചാരിക്കാതെ ബ്ലൗസിന്റെ ആണെങ്കിൽ കൂടെ ആളുകൾ അത് ചർച്ച ചെയ്യാവുന്ന സമയത്ത് അത് ഇല്ല, അത് എന്നെ ഒട്ടും ബാധിച്ചിട്ടില്ല. ഒരു തരുമ്പോ എന്നെ അത് ബാധിച്ചിട്ടേ ഇല്ല. ഞാനത് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞ കണ്ടന്റിൽ ആർക്കും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം ആ ബ്ലൗസ് ആണ്. അപ്പൊ അതെന്നെ ബാധിക്കുന്നത്. അത് എന്റെ ഒരു ഇഷ്ടമാണല്ലോ, എന്റെ ഒരു കംഫർട്ടബിൾ. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ആ ഡ്രസ്സിൽ. അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് അതിന്റെ പ്രശ്നം. എനിക്കത് ഇഷ്ടമായി. അവിടെ തന്നെ നിങ്ങൾ ഒരു തോൽവിയാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു കൊടുക്കുകയല്ലേ സേതുലക്ഷ്മി? ഇതുവരെയായിട്ടും നിങ്ങൾ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒരാൾ വിമർശിക്കാൻ പോലും വന്നിട്ടില്ല. എന്തുകൊണ്ട്? പറയുന്നതെല്ലാം ശരിയായതുകൊണ്ടാണോ? ആയിരിക്കില്ല. താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? അത് മുൻകൂട്ടി കണ്ട, അല്ലെങ്കിൽ അത് മനസ്സിലായത് കൊണ്ടല്ലേ ഒരു വിമർശനം ഇവിടെ നേരിട്ടേ പറ്റുള്ളൂ. ഇപ്പൊ സുജയ പാർവതി, അങ്ങനെ എത്രയോ ന്യൂസ് റീഡേഴ്സ്. അതുകൊണ്ടാണ് അവരുടെ ഇങ്ങനെ മേളിലോട്ട് കയറി പോകുന്നത്. നിങ്ങളും പലയിടത്തും വർക്ക് ചെയ്തതാണ്, പക്ഷെ അത്രയ്ക്കും നിങ്ങൾ ഈ പറയുന്ന കണക്കത്തെ ഒരു ബൂസ്റ്റപ്പ് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, സീരിയസ്ലി. സുജയ പാർവതിയെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം, നിങ്ങളെപ്പറ്റി നമുക്കറിയില്ല. അത് നമുക്കറിവില്ലാത്തത് കൊണ്ടാണോ, നമ്മൾ അറിയാൻ ശ്രമിക്കാഞ്ഞത് കൊണ്ടാണോ, അതോ നിങ്ങൾ അത്രയും മാസീവായിട്ട് ആളുകളിലേക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്ത് എത്തിക്കാത്തത് കൊണ്ടാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു പരിപാടിയല്ലേ ഈ വള്ളി ബ്ലൗസ്. എന്തൊക്കെ കണ്ടന്റ് ആണോ വള്ളി ബ്ലൗസ്! എൻ്റെ ഒരു അവസ്ഥയെ. ബാക്കി കുറച്ചും കൂടെ, മോളിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞ വീടുന്ന ഒരു യൂട്യൂബറിന്റെ തലയിലായിരിക്കും. അത്രയധികം ആളുകൾ, യൂട്യൂബേഴ്സും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയില് ആളുകൾ, നമുക്ക് പരിചിതങ്ങളായ കുറെ ആളുകളുണ്ട്. അതിനിടയിൽ ഇപ്പോഴും ചാനലുകൾ നിലനിൽക്കുന്നു. ചാനലുകളിൽ എന്തോരം വാർത്താ അവതാരകരുണ്ട്, അവരെല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പം അവർക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നു, നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. യൂട്യൂബേഴ്സ് ആണല്ലേ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അല്ല, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളാണെന്ന് അറിയാം നമുക്ക്. പക്ഷെ ഒരൊറ്റ ചോദ്യം, റീച്ചിന് വേണ്ടി തംബ്നെയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്ലീഡിങ് കയറ്റിയാലും വള്ളി ബ്ലൗസ് ഇട്ടുകൊണ്ട് വന്നിരിക്കാറില്ല. ഓക്കെ, റീച്ചിന് വേണ്ടിയിട്ട്. പിടികിട്ടിയോ? അങ്ങനെ ഇരുന്നിട്ട് അത് കമന്റ് ബോക്സിൽ മാത്രം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ഒരു ഇന്റർവ്യൂവിൽ പോയിരുന്നു, അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ അതിനെപ്പറ്റി സംസാരിച്ചു എന്ന് പറഞ്ഞ് ഒരു ഇന്റർവ്യൂവിൽ ഇതിനെ അങ്ങോട്ട് വിശദീകരിച്ച് കാണിച്ച് പിന്നെയും റീച്ച് ഉണ്ടാക്കണ്ട ആ അവസ്ഥയിലേക്കൊന്നും പോയിട്ടില്ല സേതുലക്ഷ്മി മാഡം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചെന്നായക്കളാണ് എല്ലാവരും. ഓക്കെ, അത്രേ ഉള്ളൂ. അവർക്ക് എങ്ങനെ റീച്ച് ഉണ്ടാക്കണം എന്നവർക്ക് മനസ്സിലായി. അവരുടെ വേറെയും അവർ മറ്റേ ചുരിദാറൊക്കെ ഇട്ട് ഫുള്ള് മറ്റേ പർദ്ദ പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ടുള്ള വീഡിയോകളുണ്ട്. ഒന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഈ സാധനം ശ്രദ്ധിക്കും, അതവർക്ക് അറിയാം. ശ്രദ്ധിപ്പിച്ചു, അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത്രേ ഉള്ളൂ. അല്ലാതെ വസ്ത്രധാരണത്തെ ആൾക്കാർ ഇവിടെ ചൊറിഞ്ഞ് ആ ഒരു സാധനം ഇവരുടെ കേസിൽ മാറ്റി നിർത്തുക. കാരണം അവരത് ഉദ്ദേശിച്ച് തന്നെ ഇത് ചെയ്തത്. എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.